ഇന്നലെ അമേരിക്കയും പാകിസ്ഥാനും ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. റഷ്യ, ചൈന, ഇന്ത്യ, പിന്നീട് പല രാജ്യങ്ങളും അവരോടൊപ്പം ചേരുകയാണ്. ഈ ട്രംപിന്റെ വെല്ലുവിളിയെല്ലാം ഒരു ലോകത്തിൽ തന്നെ പുതിയൊരു ക്രമം വരുത്തി വെച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഈ ദേവീ പുരാണത്തിലൊരു കഥ ഓർക്കുന്നുണ്ടല്ലോ. വരബലത്താൽ അഹങ്കാരിയായ മഹിഷാസുരൻ ലോകത്ത് സർവനാശം വിതച്ചു. അവസാനം ദേവകളൊക്കെ ചെന്ന് പരാതി പറഞ്ഞതും ത്രിമൂർത്തികളെല്ലാവരും 3 പേരും കൂടെ ഒരുമിച്ച് അവർ തങ്ങളുടെ ശക്തിയെ ഒരുമിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ദേവിക്ക് ജന്മം കൊടുക്കുകയാണ്. ആ ദേവിയാണ് യുദ്ധത്തിൽ മഹിഷാസുരനെ വധിച്ച് ലോകത്തെ രക്ഷിക്കുന്നത്. ഇവിടെ അമേരിക്ക ഈ തങ്ങളുടെ കയ്യൂക്ക് കൊണ്ട് ലോകം മുഴുവനും അങ്ങ് ഭരിച്ചു കളയാം. ഈ അമേരിക്ക ലോക പോലീസ് ചമഞ്ഞ് പൊതുവെ പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഈസ് ദ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് ലോക പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എല്ലാ ലോകരാജ്യങ്ങളും അത് ഏതാണ്ട് അംഗീകരിച്ച മട്ടിലായിരുന്നു. പ്രത്യേകിച്ചും ഈ ശീതസമരം അവസാനിച്ച് USSR തകരുകയും ഛിന്ന ഭിന്നമാകുകയും ചെയ്തതോടുകൂടി ഈ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാണ് ഒഴിഞ്ഞത്. എതിരാളികളില്ല. പിന്നെ ഉണ്ടായിരുന്നത് ചൈനയാണ്. ചൈന മുതലാളിത്തത്തിൻ്റെ വഴിയെ തിരികുകയും അമേരിക്കയുമായിട്ട് വലിയ സഹകരണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതോടുകൂടി വാസ്തവത്തിൽ ഈ അമേരിക്ക എതിരാളികളില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ലോകത്തെവിടെയും എന്തും അമേരിക്ക വിചാരിക്കുന്നത് പോലെ ചെയ്യാം, ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇറാഖിലും ഇറാനിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ അതിന് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ആ തിരിച്ചടിക്ക് കാരണവും അമേരിക്ക തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്കക്കാരനായ ട്രംപാണ്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഇറക്കുമതി തീരുവ വർധനയും ഇരട്ട ചുങ്കവും ഒക്കെ ഈ റഷ്യയും ഇന്ത്യയും ചൈനയെയും ഒരുമിപ്പിച്ചു. ഏഷ്യയിലെ 3 വൻ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വൻ ശക്തികളാണ് ഈ 3 രാജ്യങ്ങൾ. ഇന്ത്യ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുന്നു. ലോകത്ത് 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഒരു അതിവേഗ ഓട്ടത്തിലാണ് ഇന്ത്യ. ചൈന വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം കൈവരിച്ച് സൈനിക ബലവുമുള്ള ഒരു രാഷ്ട്രമാണ്. റഷ്യ ആകട്ടെ ഇപ്പോഴും സൈനിക ശക്തിയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി കൊടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രമായിട്ട് തുടരുന്നു. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഈ 3 രാഷ്ട്രങ്ങളും കൂടെ ഒരുമിച്ചപ്പോൾ ഏഷ്യയിൽ ഒരു വൻ ശക്തി രൂപപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്ന് സമ്പത്ത് ഏറ്റവും കൂടുതൽ കയ്യിലുള്ളത് അറബ് രാഷ്ട്രങ്ങളുടെ കൈവശമാണെന്ന് പറയാം. കാരണം ഈ ക്രൂഡ് ഓയിൽ വിറ്റ് അവർ സമ്പന്നരും അതിസമ്പന്നരുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത നീക്കം ഈ അറബ് രാഷ്ട്രങ്ങൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായല്ലോ, ഇന്ത്യ, റഷ്യ, ചൈന, ആ കൂട്ടായ്മയിലേക്ക് RIC എന്ന് പറയുന്ന ആ കൂട്ടായ്മയിലേക്ക് ഈ അറബ് രാഷ്ട്രങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അതുപോലെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. പലതും ദരിദ്ര രാഷ്ട്രങ്ങളാണ്, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെയുണ്ട്. അവരെ ഇന്ന് സഹായിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിയും. കാരണം ഇന്ത്യയും ചൈനയും ഭക്ഷണ കാര്യത്തിലൊക്കെ, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും അവരുടെ ഈ പട്ടിണി, ദാരിദ്ര്യം, ശരിക്കു പറഞ്ഞാൽ ആഹാരമില്ലാത്ത അവസ്ഥ, അതിനെ മറികടക്കാൻ സഹായിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിയും. അപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ എത്ര നാൾ ചൈനയെ വിശ്വസിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ചൈനയെ നമുക്ക് വിശ്വസിക്കാം, എത്ര വരെ എന്നുള്ള ചോദ്യം. ഈ അമേരിക്ക ഈ അടുത്ത കാലത്തെങ്ങും അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ പറ്റില്ല. നമുക്കറിയാം, ട്രംപ് ഒന്നാമതേ ഒരു ഉദ്ദണ്ഡനാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് ഇനി തോറ്റാലും ശരി അത് പിടിവിടാത്ത ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അവരങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും ഇരട്ട ചുങ്കം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുത്തേ അമേരിക്കയ്ക്ക് പറ്റുമോ. പക്ഷെ അവിടെ അമേരിക്കയ്ക്ക് പിഴച്ചു പോയത് ഈ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അത്രയും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പ്രതീക്ഷിച്ചിട്ടില്ല.
ഒരു സഹകരണമൊക്കെ ഉണ്ടാകും, വ്യാപാര സഹകരണമൊക്കെ ഉണ്ടാകും എന്നാണ് ധരിച്ചിരുന്നത്. ഇത് വ്യാപാര കരാറുകൾക്കപ്പുറത്തേക്ക് ആ സഹകരണം പോകുന്നു. അതായത് ഒരു ലോകക്രമത്തിൽ ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഈ 3 ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ളൊരു നിലയിലേക്ക് ഇത് പോയിരിക്കുകയാണ്. ഒരു പക്ഷേ ആ പഴയ ശീതസമരം വീണ്ടും ആരംഭിച്ചേക്കാം. ഇപ്പുറത്ത്, അതായത് അപ്പുറത്ത് അമേരിക്ക, ഇപ്പുറത്ത് USSRുമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അത് മാറിയിട്ട് അപ്പുറത്ത് അമേരിക്കയും ഇപ്പുറത്ത് റഷ്യയും ചൈനയും ഇന്ത്യയും എന്നൊരു തലത്തിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തും. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം കാനഡ പോലൊരു രാജ്യം, അവർ പോലും അമേരിക്കയുമായിട്ട് വലിയ ഒരു എന്താ പറയുക ആഴത്തിലുള്ള സഹകരണമൊന്നുമില്ല. ട്രംപ് പറഞ്ഞത് എന്താ, കൂടുതൽ കളിച്ച പിടിച്ച് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കിക്കളയും, പ്രൊവിൻസ് ആക്കിക്കളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത് ജസ്റ്റിൻ ട്രൂഡോയെ. അതൊക്കെ അവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലാണ് നമുക്കിനി വ്യക്തത വരേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെയും ചൈനയെയും റഷ്യയെയും പിണക്കാൻ തയ്യാറാകില്ല. റഷ്യയിൽ നിന്ന് അവർക്ക് പ്രകൃതിവാതകം വേണം. അതുപോലെ ചൈനയും ഇന്ത്യയും നല്ല വിപണികളാണ്, അത് വിട്ടുകളയാൻ. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഒരു നിലപാടുണ്ടല്ലോ, എൻ്റെ മാതൃക പിന്തുടരണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ അപ്രമാദിത്വം അല്ലെങ്കിൽ ആ മേൽക്കോയ്മ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, അമേരിക്ക വലിയൊരു രാഷ്ട്രം തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമേരിക്ക വലിയ സൈനിക ശക്തിയാണ്, വലിയ സാമ്പത്തിക ശക്തി ആയിരുന്നു, ഇപ്പോഴതിന് ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്, ഒക്കെ സത്യമാണ്, അതിനെയൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഈ ഒരു അതീശത്വം അംഗീകരിച്ചു കൊടുക്കാൻ യൂറോപ്യൻ യൂണിയന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ യൂറോ കൊണ്ടുവന്നപ്പോൾ ഡോളറിനെതിരാണ് യൂറോ. അമേരിക്ക മനസ്സോടെയെങ്കിലും അത് അംഗീകരിച്ചത് അതുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയനെ പിണക്കാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ യൂറോപ്യൻ യൂണിയൻ്റെ കാഴ്ചപ്പാട്, അവരുടെ നയം എന്താണെന്ന് വ്യക്തമാകുന്നതോടുകൂടി കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു വ്യക്തത കൈവരും. യൂറോപ്യൻ യൂണിയന് ഇന്നത്തെ നിലയ്ക്ക് ഈ ഏഷ്യൻ രാജ്യങ്ങളെ, പ്രത്യേകിച്ചും റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ വ്യാപാര കരാർ ഇന്ത്യയുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാപാര കരാറിൽ കൃത്യമായി ഒരു നല്ല ഒരു തീരുമാനമുണ്ടാകും. യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറും എന്ന് തന്നെയാണ് എല്ലാവരും, സാമ്പത്തിക വിദഗ്ധരൊക്കെ കണക്ക് കൂട്ടുന്നത്. വെല്ലുവിളികൾ പലതുണ്ട് അതിനകത്ത്, ഒക്കെ ഇരിക്കട്ടെ. ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് നല്ലവണ്ണം സഹകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുപോലെ തന്നെ ജർമ്മനി ഇന്ത്യയുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. കുറച്ചെങ്കിലും ഇന്ത്യയോടൊരു അതൃപ്തിയൊക്കെ ഉള്ളത് ബ്രിട്ടനാണ്. അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളും, യൂറോപ്യൻ യൂണിയനിലെ മറ്റു പല ചെറിയ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ തുടരുന്നതാണ്. ഇപ്പോഴിതാ ഈ തുർക്കിയുമായിട്ട് പോലും നമ്മൾ തുണി കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ തുർക്കിയുമായിട്ട് പോലും ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ സഹായിച്ച രാഷ്ട്രമാണ് തുർക്കി. അതുകൊണ്ട് തന്നെ തുർക്കിയോട് നമ്മൾ കൃത്യമായ ഒരു അകലം പാലിക്കാൻ തുടങ്ങി. അത് തുർക്കിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ടൂറിസം രംഗത്ത് കനത്ത തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തുർക്കി എങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിയാൽ അത് തുർക്കിക്കും വലിയ നേട്ടമാണ്. അതുകൊണ്ട് ഈ ഒരു ലോകക്രമം, മാറി വന്നിരിക്കുന്ന ലോകക്രമം ശരിയായ വിധത്തിൽ ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ഈ പറയുന്നത് പോലെ ഇന്ത്യയും ചൈനയും റഷ്യയും ആണെങ്കിൽ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. നമ്മുടെ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിനെ, അത് വലിയ ആഗോള രാഷ്ട്രീയത്തെ അത് വലിയ രീതിയിൽ മാറ്റിമറിക്കും എന്ന് തീർച്ചയാണ്. ലോകത്തിൽ ഇന്നത്തെ ഒരു വ്യാപാര രീതി, വ്യാപാര ശൈലി എല്ലാം മാറാൻ പോവുകയാണ്. അതിന് ഈ പറയുന്നത് പോലെ അമേരിക്ക അവിടെ ഒറ്റപ്പെടുകയും പാകിസ്ഥാനെ ഒന്നും ഇവിടെ കൂട്ടാനേ ഇല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ അത്ര പോലും GDP ഇല്ല. തമിഴ്നാടും UP ഒക്കെ പാകിസ്ഥാനേക്കാൾ GDP കൂടുതലുള്ള സ്റ്റേറ്റുകളാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്ക് പോലും പാകിസ്ഥാനേക്കാൾ കൂടുതൽ GDP ഉണ്ട്. പട്ടിണിയും പരിവട്ടവുമാണ്. അവരെങ്ങനെ ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റുമൊക്കെ പിന്തുണ ഇല്ലാതെ, ഏഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ മുന്നോട്ട് പോകും? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇന്ത്യ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അതൊരു തലവേദനയല്ല. ആകെ ഉള്ളത് ഇങ്ങനെ വന്ന് ചൊറിയും. ഈ കൊട്ടേഷൻ കൊടുത്ത് ഭീകരന്മാരെ കയറ്റിവിട്ട്, ആയുധങ്ങളും കൊടുത്ത് കയറ്റിവിട്ട് നമ്മുടെ സിവിലിയന്മാരെ, നമ്മുടെ പൗരന്മാരെ ആക്രമിക്കും. അത് നോക്കാൻ ഇവിടെ ഇൻ്റലിജൻസ് ഉണ്ട്, പട്ടാളമുണ്ട്. 1000 ആക്രമണം നടത്തുമ്പോഴാണ് അവർ ഒരെണ്ണം വിജയിക്കുന്നത്. 999 എണ്ണവും പരാജയപ്പെടുകയാണ്.
ഈ റേഷ്യോ നമുക്ക് നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ ഒന്നും ഇന്ത്യ ഈ വ്യാപാര യുദ്ധത്തിൽ ഒരു എന്താ പറയേണ്ട ഒരു രോമത്തിൻ്റെ വില പോലും കൊടുത്തിട്ടില്ല. അതേസമയം അമേരിക്കയെ ഒറ്റപ്പെടുത്തുക, അമേരിക്ക ഒതുങ്ങി നിൽക്കുക. ഇപ്പോൾ ഇസ്രായേൽ ഇതിനകത്തൊരു വലിയ ഘടകമാണ്. ഇസ്രായേൽ പക്ഷേ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇസ്രായേലിന് ഈ പറഞ്ഞതുപോലെ ലോകത്ത് അവർക്കറിയാം, അവരൊറ്റപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാനുണ്ടായിരുന്ന ഏക രാഷ്ട്രം, അവരെ ഉപദ്രവിക്കാതിരുന്നത്, അവർക്ക് അഭയം കൊടുത്ത ഏക രാഷ്ട്രം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിനോട് എന്നും അവർ നന്ദിയുള്ളവരാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നാൽ പോലും ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ ഒരു ശക്തമായ നീക്കം നടത്താൻ അവർ തയ്യാറാകില്ല. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കണ്ടാൽ അമേരിക്ക ഒരു വശത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്, മറുവശത്ത് ലോകരാഷ്ട്രങ്ങളുടെ, അതും വൻ ശക്തികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാകിയിരിക്കുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയുമാണ്. അത് ഭാവിയിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്സിനെയും ലോകക്രമത്തെയും ലോകത്തെ വ്യാപാര ശൈലിയെയും ഒക്കെ മാറ്റിമറിക്കും. ഈ ഡോളറിൻ്റെ അപ്രമാദിത്വത്തിന് കൂച്ചുവിലങ്ങിടാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.